نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്, ഒരു വിശ്വാസി ഭൗതിക ലോകത്ത് ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാമിനെ തൻ്റെ മതമായി തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം ഇടങ്ങേറുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും എന്ത് പഠിപ്പിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മതത്തെ സ്വീകരിക്കുന്ന ആളുകളോട് മുഴുവൻ ദീനുൽ ഇസ്ലാമിൻ്റെ ആളായി കഴിഞ്ഞാൽ, ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസവും ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ്, ഇത് സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ലോകത്ത് ഞാൻ ഒറ്റപ്പെടും, ലോകത്ത് ഞാൻ ആക്ഷേപിക്കപ്പെടും, മനുഷ്യർ പലരും എന്നെ പരസ്യമായി വിചാരണ ചെയ്യും എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം.
ആ ബോധത്തിൽ നിന്ന് വേണം നമ്മൾ തയ്യാറെടുത്തുകൊണ്ട് വേണം ഇസ്ലാമിനെ സ്വീകരിക്കാൻ. അല്ലെങ്കിൽ നിരാശ വരും, ഭയം വരും, പകുതി മാറ്റിവെച്ച് തിരിഞ്ഞു നടക്കാനുള്ള പ്രവണതയിലേക്ക് പിശാച് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം, ഇത് നമുക്കുണ്ടാകും, മുസ്ലിമീങ്ങൾക്ക് ഇതുണ്ടാകും. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, വിചാരണകൾക്ക് വിധേയമാകേണ്ടി വരും, ഒരുപാട് പരീക്ഷണങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ അവർ കേൾക്കേണ്ടി വരും. അങ്ങനെ കേൾക്കേണ്ടി വരും എന്ന നല്ല ധാരണയോടുകൂടി വേണം ഈ മതത്തെ സ്വീകരിക്കാൻ. ഇതാണ് കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, വിശ്വാസിനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്തറിയോ? അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുഅ്മിനിനെ പറ്റി, വിശ്വാസിയെ പറ്റി റസൂലുള്ള പറയാണ്, അൽ മുഅ്മിനു അല്ലദീ യുഖാലിത്തുൻ നാസ വയസ്ബിറു അലാ അദാഹും. ഒരു വിശ്വാസി അവൻ ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുന്നു, ജനങ്ങളുമായി സാമൂഹിക ബന്ധം വിച്ഛേദിക്കാതെ ഇടകലർന്ന് ജീവിക്കുകയും വയസ്ബിറു അലാ അദാഹും, അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി. ഖൈറും മിനല്ലദി ലാ യുഖാലിത്തുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. അവനാണ് ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കാതെ, ജനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളും ഷർറുകളും സഹിക്കാതെ ജീവിക്കുന്ന വിശ്വാസിയേക്കാൾ ഖൈറായവൻ, ഉത്തമമായവൻ ആരാണ്? ജനങ്ങളുമായിട്ട് ഇടകലർന്ന് ജീവിക്കും, അവരിൽ നിന്ന് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകും, ധാരാളം കുത്തുവാക്കുകൾ ഉണ്ടാകും, മനസ്സുവേദനിപ്പിക്കുന്ന ധാരാളം വർത്തമാനങ്ങൾ കേൾക്കും, ബഹിഷ്കരണങ്ങളും പീഡനങ്ങളും അനുഭവിക്കും. അപ്പോഴും ഒറ്റത്തടിയായി മാറി നിൽക്കാതെ സാമൂഹികമായി ജീവിച്ചുകൊണ്ട് ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് അവരുടെ ഷർറുകളെ, അവരുടെ ഉപദ്രവങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വിശ്വാസിയാണ്. അങ്ങനെ ക്ഷമിക്കാൻ പറ്റാതെ മാറിപ്പോയവൻ, ഒറ്റപ്പെട്ട് ഓടിപ്പോയവനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായിട്ട് ഗണിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഖ്റജഹു ഇബ്നു മാജ, ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചതാണ്. അപ്പോൾ ഇത് ക്ലിയറാണ്, ചിത്രം ക്ലിയറാണ്. ഒരു വിശ്വാസിനെ പറ്റി, അവനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? വിശ്വാസി രണ്ട് തരം ഉണ്ടാവും. ഒന്ന്, ജനങ്ങളോടൊപ്പം ജീവിക്കും, സാമൂഹിക ജീവിയായിരിക്കും. ആ സാമൂഹിക ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ കേൾക്കും, ധാരാളം പ്രശ്നങ്ങൾ കേൾക്കും. ഇപ്പോൾ കണ്ടില്ലേ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്താ? കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയും മുസ്ലിങ്ങളെ ഭീകരവാദിയാക്കുകയും മുസ്ലിങ്ങളെ നിരന്തരം ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന മനോഗതത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുക. ഈ പരീക്ഷണത്തിൽ പെട്ടതാണ്, വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ വിശ്വാസി രണ്ട് വിധത്തിലുണ്ട്. ഇതൊക്കെ അനുഭവിച്ചിട്ടും ക്ഷമിച്ച് സഹനം പാലിച്ച് അവനിങ്ങനെ ഇടകലർന്ന് തന്നെ മുന്നോട്ട് ജീവിക്കുന്ന കരുത്തനായിട്ടുള്ള വിശ്വാസി. പടച്ചവൻ പറഞ്ഞു അവനാണ് ഖൈറുള്ളവൻ. മറ്റവൻ ഈ ആക്ഷേപം കേൾക്കുമ്പോഴേക്കും, ഈ പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും എവിടെയെങ്കിലൊക്കെ ഓടി ഒളിച്ചു പോകുന്ന, നാട് വിട്ടുപോകുന്ന, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ഇടകലരാതെ ജീവിക്കുന്നവനേക്കാൾ, ആ വിശ്വാസിനേക്കാൾ ഖൈറുള്ളവൻ ആരാണ്? ഇങ്ങനെ ഇടകലർന്ന് ജീവിച്ച് ജനങ്ങളുടെ ഉപദ്രവങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുഅ്മിനുൽ ഖബിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അല്ലാഹുവിന്റെ അടുത്ത് പടച്ചവൻ ഏറ്റവും പ്രിയപ്പെട്ടവനും പടച്ചവൻ ഏറ്റവും ഖൈറായി കാണുന്നതും ആരെയാണ്? അൽ മുഅ്മിനുൽ ഖവി, കരുത്തനായ മുഅ്മിനിനെയാണ്. ആരെക്കാൾ? മിനൽ മുഅ്മിനിൽ ളഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാൾ പടച്ചവൻക്ക് ഇഷ്ടാരെയാണ്? കരുത്തനായ മുഅ്മിനിനെയാണ്. ദുർബലനായ മുഅ്മിനിനേക്കാൾ റബ്ബിന് ഇഷ്ടം കരുത്ത് കാണിക്കുന്ന മുഅ്മിനെയാണ്.
ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും തിരമാല കണക്കെ അവനെ മാടി 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 അവന്റെ ജീവിതത്തിലേക്ക് വരും. അപ്പോഴൊക്കെ ക്ഷമിച്ചും സബർ മുറുകെ പിടിച്ചും തളരാതെ തകരാതെ തന്റെ സ്വത്തം മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസിണ്ടല്ലോ, അവനാണ് പടച്ചവൻക്ക് ഏറ്റവും ഹൈറായി കാണുന്നത്. അവനെയാണ് വഅഹബ്ബു ഇലല്ലാഹ്, പടച്ചവൻക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവനാണ്. ഈ രണ്ട് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഈ രണ്ട് ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒറ്റപ്പെടാൻ പോവാണ്. വിശ്വാസി ആയ നിലയ്ക്ക് നമ്മൾ പീഡിപ്പിക്കപ്പെടാൻ പോവാണ്. നമുക്ക് ചുറ്റും സൊസൈറ്റി തിരിയാൻ പോകാണ്. ലോകക്രമം തന്നെ നമുക്ക് ചുറ്റും തിരിയുകയാണ്. ആളുകൾ, ഭരണകൂടങ്ങൾ, നീതിന്യായ വകുപ്പുകൾ എല്ലാം നമുക്കെതിരാകും. അതൊക്കെ എതിരാകും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ഒരു വിശ്വാസി ഇസ്ലാമിനെ തെരഞ്ഞെടുക്കാൻ. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരണം. അപ്പോഴാണ് അവന് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉറച്ചു നിൽക്കാൻ അവന് സാധിക്കുള്ളൂ. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പടച്ചവനെ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. ആ ഉറപ്പിച്ചു നിർത്തൽ നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വിപത്ത് ഈ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ വരാനുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ദുനിയാവ് എളുപ്പാവൂല. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അത് ഏതൊക്കെയാണ്? ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. വിശാലമാണ്, ധാരാളം പറയാനുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഹദീസുകളിൽ സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, മതത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും, അവഹേളിക്കപ്പെടും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ കൾച്ചർ, ഇസ്ലാമിന്റെ വിശ്വാസം, ഇസ്ലാമിന്റെ അഖീദ, ഇസ്ലാമിന്റെ മര്യാദകൾ, ഇസ്ലാമിന്റെ അദബുകൾ, ഇതൊക്കെ സ്വീകരിക്കുമ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ഒറ്റപ്പെടും, അവഹേളിക്കപ്പെടും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, മനുഷ്യന്മാർക്ക് ഒരു കാലഘട്ടം വരാനുണ്ട്. അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, അന്ന് തന്റെ മതത്തിൽ ക്ഷമയോടെ ഉറച്ചു നിന്നവൻ, ക്ഷമയോടെ ദീനിൽ ഉറച്ചു നിന്നവൻ, അവന്റെ അവസ്ഥ എന്താ? ഖൽ ഖാബിലി അലൽ ജംരി, അവൻ തീക്കനൽ പിടിച്ചവനെ പോലെയായിരിക്കും. തീവളയം കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. ആര്? മതത്തിന്റെ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന്റെ ജീവിത അവസ്ഥയാണ് റസൂലുള്ളാഹി പറയുന്നത്. ദീനിന്റെ ശിആറുകളും ദീനിന്റെ നിയമങ്ങളും ദീനിന്റെ അനുഷ്ഠാനങ്ങളും ദീനിന്റെ വിശ്വാസങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുകയാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നറിയോ? ഒരു തീവളയം, തീക്കനൽ അവൻ കയ്യിൽ പിടിച്ചാൽ, ഒരു ലോഹം തീയിലിട്ടിട്ട് അതിങ്ങനെ ചൂടാക്കിയിട്ട് ആ ലോഹം ഒരു തീവളയമാകുക, അല്ലെങ്കിൽ ഒരു തീക്കനൽ പോലെയാകുക. ആ തീക്കനൽ നിങ്ങളെ ഉള്ളം കയ്യിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചാൽ എന്തവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക? അതേ അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ അഥവാ വിശ്വാസികൾ, ഈമാൻ സ്വീകരിച്ച വിശ്വാസികൾ, അവർ സ്വന്തം ദീനിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ, ദീനിൽ ക്ഷമിച്ചു നിന്നതിന്റെ പേരിൽ അവരനുഭവിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു, ഫഇന്ന മിൻ വറാഇകും അയ്യാമ സ്വബർ, നിങ്ങൾക്ക് ശേഷം സ്വബറിന്റെ ക്ഷമയുടെ കാലഘട്ടമാണ് വരാനുള്ളത്. അസ്വബറു ഫീഹി മിസ്ലു ഖബ്ലി അലൽ ജംരി, അന്ന് ദീനിൽ ഉറച്ചു നിന്നവൻ അവൻ ഈ പറഞ്ഞതുപോലെ തീവളയം പിടിച്ചവനെ പോലെയായിരിക്കും, തീക്കനൽ പിടിച്ചവനെ പോലെയായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് അങ്ങനെ ദീൻ സ്വീകരിച്ചവന്റെ പ്രതിഫലത്തെ പറ്റിയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ മതത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എൻ്റെ മതത്തിന്റെ വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനമോ അതിൻ്റെ മര്യാദകളോ ഒന്നും ഞാൻ കൈയൊഴിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുന്നവൻ ലിൽ ആമിലി ഫീഹിം മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ലി അമലിഹി, അന്ന് അങ്ങനെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവൻ, മതം ജീവിതത്തിൽ സ്വീകരിച്ചവൻ, അവന്റെ പ്രതിഫലം എന്താ? മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിഹി, അവനെപ്പോലെ പണിയെടുക്കുന്ന 50 ആൾക്കുള്ള പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രയാസത്തിന്റെ കാലഘട്ടത്തിൽ, ദീൻ സ്വീകരിക്കുമ്പോൾ അവഹേളിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആരാണ് അതൊന്നും വകവെക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ മര്യാദകളും അള്ളാഹുവിന്റെ ദീനിന്റെ ശാറകളും
അള്ളാഹുവിന്റെ ദീനിന്റെ നിഷ്ഠകളും ആര് മുറുകെ പിടിച്ച് ജീവിച്ചോ അവന് എന്തു കൊടുക്കും? 50 ആളുടെ പ്രതിഫലം. അത് ചെയ്യുന്ന 50 ആളുടെ പ്രതിഫലം അള്ളാഹ് രേഖപ്പെടുത്തും. ഖീല, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അജ്റു 50 മിന്ന ഔ മിൻഹും, 50 ആളുടെ പ്രതിഫലം എന്ന് പറഞ്ഞല്ലോ, അത് അവരിൽപ്പെട്ട 50 ആളാണോ അതോ ഞങ്ങളിൽപ്പെട്ട 50 ആളാണോ? സഹാബികളുടെ ചോദ്യതാണ്. അവരിൽപ്പെട്ട അന്നത്തെ കാലത്ത് 50 ആളുടെ പ്രതിഫലമാണോ അതല്ല ഞങ്ങൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ 50 ആളുടെ പ്രതിഫലമാണോ? ഖാൽ, അവിടുന്ന് മറുപടി പറഞ്ഞു, ബൽ അജ്റു 50 മിൻകും, നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലം, നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലം അവർക്കുണ്ടാകും. റവാഹു അബൂ ദാവൂദ് വ തുർമിദി വ ഇബ്നു മാജ വ ഇബ്നു ഹിബ്ബാൻ. അഷ്ശൈഖ് അല്ലാമ നാസറുദ്ദീൻ അൽബാനി ഈ ഹദീസിനെ സ്വഹീഹ് ആയി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഇതാണ് പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലത്തെ പറ്റി നമ്മളെ പഠിപ്പിച്ചതാ. 50 സ്വഹാബികൾ ചെയ്തതിന്റെ കൂലിയാണ് ഈ അവസ്ഥയിൽ ദീൻ സ്വീകരിച്ചവന്. ജനങ്ങൾ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ബഹിഷ്കരിക്കുകയും ആക്ഷേപിക്കുകയും കുത്തുവാക്ക് പറയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന് ഒരു തരിമ്പ് മാറ്റം വരുത്താതെ സ്വീകരിച്ചാചരിക്കുന്നവർ, അവർക്ക് 50 സ്വഹാബികളിൽ നിന്നുള്ള 50 ആമിലീങ്ങളുടെ പ്രവർത്തനം ചെയ്തവരുടെ പ്രതിഫലം ഓരോ പ്രവർത്തനത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഇസ്ലാമിനെ പറ്റിയിട്ട് ഇസ്ലാം നമ്മൾ സ്വീകരിക്കാൻ നിന്നാൽ, ഇസ്ലാമിൻ്റെ കൾച്ചർ നമ്മൾ സ്വീകരിക്കാൻ നിന്നാൽ നമ്മൾ അങ്ങേയറ്റം അവമതിക്കപ്പെടും. ഇത് നമ്മൾ ഉറപ്പിച്ചോളണം. വിശ്വാസിക്ക് ഉണ്ടാകാൻ പോകുന്ന ഇടങ്ങറാണ്. നിങ്ങൾ ഇസ്ലാമിൻ്റെ എല്ലാം സ്വീകരിച്ചു നോക്കൂ, ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിങ്ങൾ സ്വീകരിച്ചു നോക്കൂ. പല നിയമങ്ങളുടെയും പേരിൽ നിങ്ങൾ വേട്ടയാടപ്പെടും. പല സംസ്കാരത്തിൻ്റെയും പേരിൽ നിങ്ങളെ ആളുകൾ പരിഹസിക്കും, നിങ്ങളെ ആളുകൾ മാറ്റി നിർത്തും, കുത്തുവാക്കുകൾ പറയും. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. പക്ഷേ ആ ഘട്ടത്തിലും ഒരാൾക്കും വിധേയമാകാതെ, ഒരാൾക്കും വഴിപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ അത് ഒരു മാറ്റവുമില്ലാതെ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക. എത്ര പീഡനമുണ്ടോ അത്രക്കും നമുക്ക് എന്തായിരിക്കും? പ്രതിഫലമായിരിക്കും. ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ അവരുടെ പ്രവർത്തനത്തിന് ഒരാളുടെ അമലിന്റെ പ്രതിഫലമല്ല ലഭിക്കാൻ പോകുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ, ഞാൻ പ്രത്യേകം പറയുന്നു, ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ, ഫലസ്തീനികളെ പറ്റിയിട്ടല്ല, ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ. എവിടെയായാലും മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ. അത് എവിടെയായാലും, ഹറമിലായാലും മുഅ്മിനായിട്ട് അള്ളാഹ് രേഖപ്പെടുത്തിയവനെ പറ്റിയിട്ട് മാത്രമാണ് സംസാരം. അവർ അനുഭവിക്കുന്ന, ആ ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്നത് ഇന്ന് ലോകത്ത് മുസ്ലിമീൻ സമൂഹത്തിൽ നിന്ന് ഒരാളും അനുഭവിക്കാത്ത അത്രക്കും പീഡനാണ് നമുക്കറിയാം. ആധുനിക കാലഘട്ടം കണ്ട ഏറ്റവും വലിയ വംശഹത്യ, വംശീയ ഉന്മൂലനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ. അവരെ ഒരു തെരുവ് പട്ടിയുടെ ജീവന്റെ വില പോലും കൊടുക്കാൻ ലോകം തയ്യാറല്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വരി നിർത്തിയിട്ട്, ഭക്ഷണപ്പൊതി വിതരണത്തിന് വേണ്ടി വരി നിർത്തിയിട്ട്, ക്യൂ നിർത്തിയിട്ട്, ആ ക്യൂവിന്റെ നേരെ ആയുധമെയ്യുന്ന, തല പിളർന്ന് മയ്യത്തുകൾ അവിടെ തെരുവോരത്ത് കുന്നുകൂടി കിടക്കാണ്. ചോദിക്കാൻ ആളില്ല. ഞാൻ പറയട്ടെ, ഇവിടെ ഒരു നായയെ നമ്മളൊന്ന് കല്ലെറിഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട്. ഫലസ്തീനിൽ ചോദിക്കാൻ ആളില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കോ, അവരെ നിസ്കാരം ഉണ്ടല്ലോ, അവരെ നിസ്കാരം നമ്മൾ നിസ്കരിച്ച പോലല്ല, 50 മനുഷ്യൻ നിസ്കരിച്ച കൂലിയാണ്. അവരെ ദിക്റുണ്ടല്ലോ, അവരെ ദിക്ർ നമ്മൾ ദിക്ർ ചൊല്ലിയ പോലെയല്ല, 50 മനുഷ്യന്റെ ദിക്റാണ്. അവരുടെ ഓരോ അമലും ഓരോ ഇസ്ലാമിന്റെ ശിആറുകൾക്കും, ഓരോ ഇസ്ലാമിന്റെ അവരുടെ ജീവിതത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല ഇരട്ടി പ്രതിഫലം വെച്ചിരിക്കുകയാണ്. വിശ്വാസി തളരൂല, വിശ്വാസി തകരില്ല. അവൻ എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹുവിനെ ആരാധിക്കും. പ്രതിസന്ധി കൂടുന്തോറും അവൻ ഏറ്റവും മനോഹരമായിട്ട് ആരാധിക്കും റബ്ബിനെ. നിങ്ങൾ നോക്കൂ, ഒരു ഫലസ്തീനിയുടെ വായിൽ നിന്ന് എന്തേ റബ്ബ് ഞങ്ങൾക്ക് ഇത് നൽകി എന്ന് ഈമാനുള്ള ഒരു ഫലസ്തീനിന്റെ വായിൽ നിന്ന് നമ്മൾ ഇത്ര നാളായിട്ട് കേട്ടോ? നമുക്കൊരു ചെറിയ വേദന വന്നാൽ, നമുക്കൊരു രോഗം മാറാതെ നിന്നാൽ നമ്മൾ ചോദിക്കും, പടച്ചവൻ എന്തിനാണ് ഈ വിധി എനിക്കെന്ന്. അള്ളാഹിനെ പറ്റി അസംതൃപ്തി ഉണ്ടാവും.
അള്ളാഹിനെ പറ്റി തൃപ്തിക്കേട് വരും നമ്മളെ മനസ്സിൽ, ശൈത്താൻ ഇട്ടു തരും. നാളിതുവരെ നമ്മൾ കേട്ടോ അള്ളാഹുവിനെ പറ്റി അവരൊരു ചീത്ത പറയുന്നത്? കേട്ടില്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തീയിൽ അവരെ അള്ളാഹു ഉരുക്കി നെയ്തെടുക്കുകയാണ്, ഉറപ്പിച്ചെടുക്കുകയാണ്. അവരെ ഈമാനുണ്ടല്ലോ, അനുഭവിക്കുന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് അവരുടെ ഈമാൻ ശക്തിപ്പെടുകയാണ്. പടച്ചവനെ അവർ ഇഷ്ടപ്പെടുകയാണ്, അള്ളാഹുവിനെ അവർ സ്നേഹിക്കുകയാണ്, അള്ളാഹുവിനോടുള്ള തൃപ്തി അവർക്ക് കൂടി വരികയാണ്. അതാണ് ഈമാൻ. അങ്ങനെ വേണം, അതിന് തയ്യാറാകണം. കേരളത്തിൽ അത്തരം സാഹചര്യം വരാൻ അതിവിദൂരമല്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ സ്വീകരിച്ച രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള വളർച്ച കൊണ്ട് മാത്രമാണ് ഈ അവസ്ഥയിലേക്ക് നമ്മളെ വലിച്ചെടുക്കാത്തത്. ഒരു ജനസൈഡിന്റെ, ഒരു വംശീയ ഉന്മൂലനം നടത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന് പ്രാഥമികമായി അനുഭവിക്കാനുള്ള പല പ്രശ്നങ്ങളും കേരളത്തിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മളെ തല്ലുമ്പോഴാണ് നമ്മുടെ ദീന് തിളങ്ങാൻ പോകുന്നത്. നമ്മൾ പീഡിപ്പിക്കപ്പെടാൻ പോകുമ്പോഴാണ് നമ്മുടെ അഖീദ കരുത്തുറ്റതാകാൻ പോകുന്നത്. നമ്മളെ തൊഴിക്കുമ്പോഴാണ്, നമ്മളെ മർദ്ദിക്കുമ്പോഴാണ്, നമ്മളെ ബഹിഷ്കരിക്കുമ്പോഴാണ് ദീനിന്റെ ഷാറുകൾ നമ്മുടെ ജീവിതത്തിൽ കഠിനമായി അത് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. അങ്ങനെ മനസ്സ് നമ്മൾ വെച്ചോളണം. ഒന്നാമത്തെ കാര്യത, അങ്ങനെ മനസ്സ് നമ്മൾ വെച്ചോളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. കാരണം ജീവിതം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, എപ്പോൾ വേണമെങ്കിലും മരിച്ചു വീഴാകുന്ന, അവസാനിക്കാവുന്ന ഒന്ന്. അതിനുശേഷമാണ് നമ്മളെ സംബന്ധിച്ച് ജീവിതം വരാൻ പോകുന്നത്. ഈ കണ്ണടഞ്ഞാലാണ് അവസാനിക്കാത്ത ജീവിതം ആരംഭിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളെ വിശ്വാസതാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ തന്നെയാണോ? ഇത്ര ഉറപ്പ് നമുക്കില്ല. നമ്മുടെ മക്കൾ നമ്മളെ അടുത്ത് തന്നെയാണോ? ഇത്ര ഉറപ്പ് നമുക്കില്ല. അത്രക്ക് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കണ്ണുകൾ അടയുമ്പോൾ പുതിയൊരു ലോകത്തേക്കുള്ള പ്രവേശനാണ്, ആരംഭമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദുനിയാവിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വേദനിപ്പിക്കാനോ ബേജാറാക്കാനോ ഒന്നും പാടില്ല. എടങ്ങേറുണ്ടാവും, എടങ്ങേറ് അനുഭവിക്കും വിശ്വാസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞല്ലോ, ഖുർആൻ അത് പറഞ്ഞല്ലോ, ഖുർആനും അത് പറഞ്ഞല്ലോ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ ഖിതാബ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട അഹ്ലു കിതാബ് ആരാ? നസ്വാറാക്കളും യഹൂദന്മാരും. ഖുർആൻ പറയാ നസ്വാറാക്കളും യഹൂദന്മാരും. പിന്നെയോ വല്ലദീന വമിനല്ലദീന അശ്റകു, ശിർക്ക് ചെയ്യുന്ന ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള ആളുകൾ. ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നമ്മൾ നോക്കൂ. വിശ്വാസിയെ ഇടങ്ങേറാക്കുന്നതാരാ? യഹൂദനാണ്. വിശ്വാസിയെ പ്രയാസപ്പെടുത്തുന്നതാരാ? നസ്വാറാക്കളാണ്. വിശ്വാസിക്ക് വംശീയ ഉന്മൂലനം നടത്തുന്നതാരാ? മുശ്രിക്കുകളാണ്. ഈ മൂന്ന് കൂട്ടരാണ്. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ രാഷ്ട്രീയ സമവാക്യം തന്നെ പോകുന്നത് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ശിർക്കുള്ള ഒരു സൊസൈറ്റി ആരാ? നമ്മുടെ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി. ലോകത്ത് ഏറ്റവും അധികം ശിർക്ക് വെച്ച് പുലർത്തുന്ന സൊസൈറ്റി. മക്ക മുശ്രിക്കുകളുടെ എല്ലാ ശിർക്കിന്റെ രൂപങ്ങളും പേറുന്നത് ഇന്ത്യൻ മുശ്രിക്കുകളാണ്. മുസ്ലിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ? അല്ലാഹ് പറഞ്ഞത് അദൻ കസീറാ, ധാരാളം ഉപദ്രവം നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി അല്ലാഹ് പറഞ്ഞതാണ് ഊതുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുൻപ് കിതാബ് ലഭിച്ചവർ യഹൂദ നസ്വാറാക്കൾ, അവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നിങ്ങളെ ധാരാളം ഉപദ്രവിച്ചു കൊണ്ടിരിക്കും, കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ അനുഭവിക്കാൻ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ ദീൻ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഉറച്ചു നിന്നിട്ട് വേണം അള്ളാന്റെ ദീന് സ്വീകരിക്കാൻ. അങ്ങനെ കഷ്ടപ്പെടുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുക്കാൻ പോകുന്നത്? അള്ളാഹു സ്വർഗം കൊടുക്കാൻ പോകുന്നത്. അതാ ഖുർആൻ ചോദിച്ചത്. ഖുർആൻ സ്വർഗത്തെ പറ്റി ചോദിച്ചല്ലോ. അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ വിചാരിച്ചോ?
വെറുതെ സ്വർഗത്തിൽ സുഖകരമായി സ്വർഗപ്രവേശനം എന്നത് നിങ്ങൾ എളുപ്പമായ കാര്യമാണെന്ന് വിചാരിച്ചോ? ദുനിയാവിൽ കരഞ്ഞവനാണ് സ്വർഗമുള്ളത്. ദുനിയാവിൽ രക്തം ചീന്തപ്പെട്ടവനാണ് സ്വർഗമുള്ളത്. ദുനിയാവിൽ പ്രയാസങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റവനാണ് അള്ളാഹു സ്വർഗമൊരുക്കി വെച്ചത്. ദീനിന്റെ പേരിൽ നമ്മൾ ശരിക്കും പേടിക്കേണ്ടതാ. ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇന്നോളം ദീനിന്റെ പേരിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാലാണ് നമ്മൾ പേടിക്കേണ്ടത്. അങ്ങനത്തെ ജീവിത സാഹചര്യമാണോ നമുക്ക്? ദീനിന്റെ പേരിൽ ആളുകൾ എന്നെ വിമർശിച്ചിട്ടില്ല. ദീനിന്റെ സംസ്കാരം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. ആളുകളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ മനസ്സുവേദനിക്കുന്ന ഒന്നുണ്ടായിട്ടില്ല എങ്കിൽ എൻ്റെ ദീൻ അത്ര പോരാന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദീൻ ശക്തമാണെങ്കിൽ അതിനെതിരെ നമ്മൾ പഴിവാക്കുകൾ കേൾക്കും, അതിനെതിരെ കുത്തുവാക്കുകൾ കേട്ടിരിക്കണം, അതിനെതിരെ ആളുകൾ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ നമ്മുടെ ദീൻ കൃത്യാകൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞ കാര്യം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. വഇൻ തസ്ബിറൂ വതത്തഖൂ, അവിടെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം. ഏതാ അവിടെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം? ഏത് മുറുകെ പിടിച്ചോളണം? അള്ളാഹു നമ്മളോട് നിർബന്ധമാക്കി സബറും തഖ്വയും, ക്ഷമയും സൂക്ഷ്മതയും മുറുകെ പിടിച്ചിട്ടാണ് നിങ്ങൾ പ്രതിരോധം ഉണ്ടാക്കേണ്ടത് അള്ളാഹു സൂചിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹു നമ്മളോട് പറഞ്ഞതുപോലെ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സൂചിപ്പിച്ചതുപോലെ തീക്കനൽ പിടിക്കാൻ നമ്മൾ മാറിയിരിക്കുകയാണ്. തീക്കനൽ പിടിക്കേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ബേജാറാവേണ്ടതില്ല, അതിൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അന്ന് ലിൽ ആമിലി ഫീഹിം മിസ്ലു അജ്രിൻ 50 റജുലൻ, നിങ്ങളിൽ നിന്ന് 50 പേരുടെ അമലിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവർത്തനത്തിന് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് അവനെ തൃപ്തിപ്പെട്ട് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാനും മരിക്കാനും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥ അവർ ദീൻ സ്വീകരിക്കുന്ന കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കണം എന്നത് അള്ളാഹു നിശ്ചയിച്ച നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിലൂടെ കൂടിയും കുറഞ്ഞതുമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷെ അന്നേരം നമ്മളെ ഉപദ്രവിക്കുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി ദീനീ വിരുദ്ധരായ പലരുമായി നമുക്ക് ബന്ധപ്പെടേണ്ടി വരും. അവർ മുസ്ലിങ്ങളായിരിക്കണമെന്നില്ല, ഇസ്ലാം സ്വീകരിച്ചവരാകണമെന്നില്ല. പക്ഷെ നമ്മളെ ഒരു പീഡനത്തിനും മർദ്ദനത്തിനും വിധേയമാക്കുമ്പോൾ, ഒരു അനീതിക്ക് നമ്മളെ ഇരയാക്കുമ്പോൾ, അത് തടുക്കുന്നതിനും ചെറുക്കുന്നതിനും വേണ്ടി അതിനോട് പലരെയും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, പലരുമായി കൂട്ടുകൂടേണ്ടി വരും, കക്ഷിബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുതൽ ഉള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹിഷ്കരിക്കപ്പെട്ടപ്പോൾ 2 വർഷം ശുഐബ് അബൂ ത്വാലിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണിക്ക് ഇടപെട്ടപ്പോൾ അന്ന് സഹായം തേടിയത് റസൂലുള്ള ആ നാട്ടിലെ മുശ്രിക്കുകളോടായിരുന്നു, മാന്യന്മാരായ മുശ്രിക്കുകളോടായിരുന്നു. ആദർശപരമായിട്ട് 2 തട്ടിലാണ്. പക്ഷേ മനുഷ്യത്വം സ്വീകരിക്കുന്ന, അനീതി പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് പോലും സംഘടിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു. ത്വായിഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ കിട്ടുമോ എന്നറിയാൻ വേണ്ടി തൻ്റെ ഉമ്മയുടെ നാട്ടിലേക്ക് പോയി. ആരെ കാണാനാണ്? അവിടെയുള്ള മുശ്രിക്കുകളിൽ നിന്നുള്ള മാന്യന്മാരായ ആളുകളെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ഒന്നാമത്തെ ഹിജറ എവിടേക്കാണ് പോയത്? ഒന്നാമത്തെ ഹിജറ മുസ്ലിമീങ്ങൾ പോയത് എത്യോപ്യയിലേക്കാണ്. എത്യോപ്യയിൽ ആരാണ് ഭരിക്കുന്നത്?
നജ്ജാശി എന്ന് പറയുന്ന ക്രിസ്ത്യൻ ചക്രവർത്തിയാണ്. അദ്ദേഹത്തെ പോയി മുസ്ലിങ്ങൾ കാണുമ്പോൾ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ എത്യോപ്യയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. പിൽക്കാലത്താണ് അദ്ദേഹം മുസ്ലിം ആയത്. അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ സംരക്ഷണം സ്വീകരിച്ച് ജീവിക്കോളും അദ്ദേഹം മുസ്ലിമല്ല, ക്രൈസ്തവ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ ഭരണസഭ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ക്രൈസ്തവ പുരോഹിതന്മാരടക്കമുള്ള സഭാംഗങ്ങളാണ്. അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷവും ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറകളിലാണ് എത്യോപ്യ ഭരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് മാത്രം സ്വതന്ത്രമായി അവിടുത്തെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് ചരിത്രം. ഞാൻ പറയുന്നത് ഇത് എല്ലാ കാലത്തും വിശ്വാസികൾ ഒരു രക്ഷയ്ക്ക് വേണ്ടി ആദർശവിരുദ്ധമായ കക്ഷികളുമായിട്ട് ചേക്കേറേണ്ടി വരും. അവരുമായിട്ട് പിന്നെ കോംപ്രമൈസ് ഉണ്ടാക്കുകയും തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഭൗതികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒരുക്കേണ്ടി വരികയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസി കേവലം ഭൗതികമായിട്ടുള്ള പ്രൊട്ടക്ഷന്റെ സാമൂഹിക സംവിധാനങ്ങൾ ഒരിക്കലും മാത്രമായിരിക്കണം. ഇത് അവന്റെ ആദർശത്തെ സ്വീകരിക്കാൻ പാടില്ല, അവന്റെ ആദർശത്തെ സ്വാധീനിക്കാൻ പാടില്ല. ഈ ആളുകൾ ആദർശപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫിലെ മുശ്രിക്കുകൾ ആരായിരുന്നു? ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്കുകൾ നജസുകളാണ്, ആശയപരമാണ്, അവർ നജസുകളാണ്. ത്വായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടുമ്പോൾ, അതുപോലെ തന്നെ എത്യോപ്യയിലെ നജ്ജാശിയുടെ അടുത്ത് പോകുമ്പോൾ ആശയതലത്തിൽ അവരൊക്കെ ആരാണ്? ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, ശിർക്ക് ചെയ്യുന്നവർ മാലിന്യ സമാനമാണ് എന്ന വിശുദ്ധ ഖുർആന്റെ ആശയപരമായ കാഴ്ചപ്പാട്. മനുഷ്യൻ എന്ന നിലക്ക് മ്ലേച്ഛൻ എന്നല്ല അർത്ഥം, ആശയം മ്ലേച്ഛമാണ് എന്ന നിലക്ക് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ അഭയം തേടിയതും അവരോട് രക്ഷ തേടിയതും കൂട്ടുകെട്ടുകളും മുന്നണികളും ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പക്ഷേ ഈ മുന്നണികളൊക്കെ ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയായിരുന്നു അവരുമായിട്ട് ചേരാൻ പാടില്ലാത്തതും നീക്കി നിർത്തേണ്ടതുമായിട്ടുള്ള ഏരിയകളുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് അറിയാമായിരുന്നു. പക്ഷെ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ പറ്റുന്ന അബദ്ധം, ഇങ്ങനെ ചേർന്ന് നിൽക്കേണ്ടി വരുന്ന ആളുകളുടെ ആശയത്തെ നമ്മൾ ലഘൂകരിക്കാൻ ശ്രമിക്കണം. ഒന്ന് ഞാൻ പറയാം, നമ്മുടെ കേരളത്തിൽ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചാൽ സെക്യുലറിസ്റ്റുകൾ നമ്മൾക്കൊരു ആശ്വാസമാണ്, ആശ്രയമാണ്. ഇന്ത്യയിലെ കേരളത്തിലെ സെക്യുലറിസ്റ്റുകൾ വിശ്വാസികളായ നമുക്ക് ആശ്വാസമാണ്, ആശ്രയമാണ്. ആ സെക്യുലറിസ്റ്റുകളെ ആശ്വാസമായിട്ടും ആശ്രയമായിട്ടും നമുക്ക് സ്വീകരിക്കാം. റസൂലുള്ളാഹി സ്വീകരിച്ച പോലെ, സ്വഹാബികൾ സ്വീകരിച്ച പോലെ, ഒന്നാമത്തെ ഹിജറയിലൂടെ സ്വീകരിക്കേണ്ട മാർഗം റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ആ സെക്യുലറിസത്തിന്റെ പോരായ്മകളും അപകടങ്ങളും തിന്മകളും മ്ലേച്ഛതകളും നമുക്ക് മനസ്സിലുണ്ടാവണം, തിരിച്ചറിയണം. അങ്ങോട്ട് ലയിച്ചു പോകാൻ പാടില്ല. ലയിച്ചു പോയിട്ട് ദീനും ആദർശവും സംസ്കാരവും ഒക്കെ സെക്യുലറിസത്തിന്റെ തിന്മകളിലൂടെ ചാലിച്ചെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അവിടെ നമ്മൾ അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതുപോലത്തെ ഒരു കാര്യമാണ്, വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടായിരിക്കുന്നു. നമ്മെ സംബന്ധിച്ച് ഇസ്രായേൽ ചെയ്തത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ട്? ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ മേലാണ് കൈകടത്തിയത്. നമ്മളെ ഇന്ത്യയിൽ പുറത്തുനിന്നൊരു രാജ്യം ഇന്ത്യക്കെതിരെ ആക്രമിച്ചാൽ നമ്മൾ പറയും മനുഷ്യത്വരഹിതമാണ്, നീതിവിരുദ്ധമാണ്. ആ നീതിവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയത്. അതുകൊണ്ട് ഇറാന് നമ്മൾ സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഒരു ദൂരവ്യാപകമായ പ്രശ്നമുണ്ട്. ഇറാൻ എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള ബോധം നമുക്കുണ്ടാവണം. അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ബോധം നമുക്കുണ്ടാവണം. എന്താ ബോധം? ഇറാൻ എന്ന് പറയുന്നത് ഷിഈ റാഫിദുകളുടെ നാടാണ്. അത് മനസ്സിൽ നമുക്കുണ്ടാവണം. അവരോട് ആരെങ്കിലും അനീതി കാണിച്ചാൽ നമ്മൾ ആ അനീതിക്കെതിരെ അവർക്ക് വേണ്ടി നിലകൊള്ളും. അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ അവരെ കാണും. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് കൊടുക്കേണ്ട അവകാശമൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷേ അവർ ഷിഈകളാണ്, റാഫിദുകളാണ്, ഇസ്ലാമിലെ ആദ്യത്തെ പിഴച്ച കക്ഷികളിൽ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ അഖീദ പഴച്ചതാണ്, അവരുടെ കർമ്മങ്ങൾ പഴച്ചതാണ്, നുബൂവത്തിനെ പറ്റിയിട്ടുള്ളവരുടെ കാഴ്ചപ്പാട് പഴച്ചതാണ്, അവരുടെ പരലോക വിശ്വാസം പഴച്ചതാണ്, റിസാലത്തിനെ പറ്റിയിട്ടുള്ളവരുടെ കാഴ്ചപ്പാട് പഴച്ചതാണ്, അവരുടെ വിശുദ്ധ ഖുർആനെ പറ്റിയിട്ടുള്ളവരുടെ വിശ്വാസം പഴച്ചതാണ്.
മുച്ചൂടും പിഴച്ച ഒരു വിഭാഗമാണ് ഷിഈകൾ. ആ ഷിഈകളിൽ റാഫിലികൾ അതിഭാരകമായി പഴച്ചു പോയവരാണ്. ആ റാഫിലിയാണ് ഇന്ന് ഇറാൻ ഭരിക്കുന്ന ആളുകൾ, ഇറാന്റെ ഭരണാധികാരികൾ ആ റാഫിലികളാണ്. ആ ബോധത്തോടെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും അവരൊരു നീതി നിഷേധത്തിന്, പീഡനത്തിന് വിധേയമായതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവരും നമ്മളും തമ്മിലുള്ള ആശയ വ്യത്യാസം, അതിർവരമ്പ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ സംഭവിക്കുക, അഹ്ലുസുന്നത്തി വൽ ജമാഅ എങ്ങനെയാണ് ഷിഈകൾ വിഴുങ്ങിയത് എന്നത് പറ്റിയും നമ്മൾ പഠിക്കണം. ഷിയാക്കൾ എങ്ങനെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയെ വിഴുങ്ങിയത്. കേരളത്തിൽ പോലും ഈ ഇന്ന് നമ്മൾ കാണുന്ന ജാറം ഖബർ ആരാധന അത് തുടങ്ങിയത് എവിടെ നിന്നാണ്? കൊണ്ടോട്ടിക്കൈ തങ്ങന്മാര് വഴിയാണ് എന്ന് നമുക്കറിയാം. ആരാ ഈ കൊണ്ടോട്ടിക്കൈ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ? ഇറാനിലെ ഷിഈകളായിട്ടുള്ള ആളുകളാണ്. അവരാണ് കേരളത്തിൽ ജാറ ആരാധന, ഖബർ ആരാധന അതിന്റെ വിത്ത് പാകിയത് അവരാണ്. അഹ്ലുസുന്നയുടെ അന്നത്തെ പണ്ഡിതന്മാരുണ്ട്, പൊന്നാനിക്കൈ എന്നാണ് അറിയപ്പെടുക. പിന്നെ മഖ്ദൂം തങ്ങളുടെ നേതൃത്വത്തിലുള്ള അഹ്ലുസുന്നയുടെ ആളുകളുണ്ട്. അവർക്കറിയാത്ത ഏർപ്പാട് കൊണ്ടോട്ടിക്കൈയിലാണ്, തങ്ങന്മാരുടെ കീഴിലാണ് ഇവിടെ തുടങ്ങിയത്. അവിടെയും ഷിഈ ബന്ധം നമുക്ക് കാണാം. ഇത് ചരിത്രം വീണ്ടും ആവർത്തിക്കാനിടയുണ്ട്. ഇറാൻ ഒരു വിപ്ലവ സമൂഹമാണ്. ഇറാൻ ഇന്ന് പിന്നെ ഇസ്രായേലിനെയും സാമ്രാജ്യത്വത്തെയും ചോദ്യം ചെയ്യുന്നവരാണ് എന്ന ഒരു ഇഷ്ടത്തിന്റെ പേരിൽ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ച ആദർശം പേറുന്ന, അള്ളാഹുവിന്റെ റസൂൽ വഴിപഴച്ച കക്ഷിയാണ് എന്ന് പറഞ്ഞ വഴികേട് പേറുന്ന, വലാലത്ത് പേറുന്നവരാണ് അവർ എന്ന ബോധം കൂടി മനസ്സിൽ കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി ആദർശത്തെ ആദർശമായി സ്വീകരിക്കാനും, ആദർശ ബന്ധുക്കളായി കാണാനും, ആദർശ വിരോധികളായി കാണാനുമുള്ള തൗഫീഖും ഇൽമും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളാൻ, അപ്പുറത്താരാണെന്ന് നോക്കാതെ മനുഷ്യത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി നിലകൊള്ളുന്ന നീതിനിഷ്ഠമായ ജീവിതക്രമം സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തെ അപകടപ്പെടുത്തുന്ന യാതൊരു വിധത്തിലുമുള്ള കാര്യങ്ങളിലും ചെന്ന് ചേക്കേറാതെ അള്ളാഹു സുരക്ഷിതമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച്, ഈമാനോടെ മരിച്ച്, ഈമാനോട് ഉയർത്തെഴുന്നേൽക്കാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ദീനിന്റെ പേരിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഹൃദയ വിശാലതയും ഈമാനും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പീഡിപ്പിക്കപ്പെടുന്നുവോ അത്രയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഈമാനും ഇൽമും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ മരിക്കാനും അള്ളാഹുവിനോട് സംതൃപ്തിയോടെ കണ്ടുമുട്ടാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.